അരവിന്ദ് കെജ്രിവാളിനെ മാത്രമായി പേടിച്ചിട്ടല്ല, മറിച്ച് പ്രതിപക്ഷത്തെ ആകെ പേടിച്ചും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ഭയന്നുമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP അസാധാരണമായ നടപടികൾ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു ജനകീയനായ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ ആ സംസ്ഥാനത്ത് തങ്ങൾക്ക് തിരിച്ചടിയുണ്ടാകും എന്നറിയാത്തവരല്ല BJP നേതൃത്വം. എന്നിട്ടും ഡൽഹി മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്തതിന് ഒരു രാഷ്ട്രീയ കാരണമേ ഉള്ളൂ. ഈ അറസ്റ്റ് കൊണ്ട് ജനശ്രദ്ധ മാറ്റിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കാതിരിക്കും എന്ന് BJP പ്രതീക്ഷിക്കുന്നു. ഇതാണ് കാരണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന പേടിയാണ് BJPയെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ അത്രക്ക് ആഘാതശേഷിയുള്ളവയാണ് എന്ന് BJP നേതാക്കൾക്കറിയാം. ഏറ്റവും അനുസരണയുള്ള മാധ്യമങ്ങൾക്ക് പോലും ഒരുപാട് കാലം ഇനി മാറ്റിവെക്കാൻ സാധിക്കാത്ത അത്രക്ക് വലിയ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റണം. അതിനെന്താണ് വഴി? അതിന് ഇതാണ് വഴി: ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്നത്. പക്ഷേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ആ സംസ്ഥാനത്ത് ഡൽഹിയിൽ BJPക്ക് അത് തിരിച്ചടിയാകില്ലേ? അവിടുത്തെ ജനകീയനായ മുഖ്യമന്ത്രി അല്ലേ അദ്ദേഹം? അക്കാര്യത്തിൽ BJP ചിന്തിച്ചത് ഇങ്ങനെയാകും. അതിപ്പോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും BJPക്ക് കഴിഞ്ഞ തവണത്തെ പോലെ വലിയ വിജയപ്രതീക്ഷ അവിടെയില്ല. എന്തായാലും തിരിച്ചടിയാകും. പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ ഏറ്റവും ആദ്യം സീറ്റ് ധാരണ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് ഡൽഹി. ആകെ 7 സീറ്റുകളിൽ 4ഇടത്ത് ആം ആദ്മി പാർട്ടിയും 3ഇടത്ത് കോൺഗ്രസും മത്സരിക്കും. വെവ്വേറെ മത്സരിച്ച 2019 കോൺഗ്രസിന് 22% വോട്ടും ആം ആദ്മി പാർട്ടിക്ക് 18% വോട്ടും ഉണ്ട്. ഇങ്ങനെ കഴിഞ്ഞ തവണ തന്നെ 40% വേറിട്ട് നിന്ന് നേടിയ ഈ 2 പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നതിനെ BJP ബേജാറോടെയാണ് കാണുന്നത്. സംഗതി ശരിയാണ്. കഴിഞ്ഞ തവണ BJPക്ക് മാത്രമായിട്ട് തന്നെ അവിടെ 56% വോട്ട് ഷെയർ ഉണ്ട്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം ഗ്രൗണ്ടിൽ സാധാരണ പ്രവർത്തകർക്കിടയിൽ തന്നെ വേര് പിടിച്ചിട്ടുണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരെയും പോലെ തന്നെ BJPയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഡൽഹി പോന്നാൽ പോകട്ടും എന്നതാണ് BJPയുടെ ലൈൻ ഈ ഘട്ടത്തിൽ എന്ന് വേണം വിചാരിക്കാൻ. അതേക്കാൾ വളരെ വലിയ രാഷ്ട്രീയ ഗുണമാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ മുങ്ങിപ്പോകുന്നതിലൂടെ തങ്ങൾക്ക് കിട്ടുക എന്നവർ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ചാടിക്കയറി രാത്രിക്ക് രാത്രി കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റ് വിവരങ്ങളും വിഷ്വൽസുമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ മാധ്യമങ്ങളിലാകെ എന്ന ശുഭാപ്തി വിശ്വാസമാണ് BJPക്ക്. മാധ്യമ മുതലാളിമാർക്കാണെങ്കിൽ BJP പിണക്കാതെ ഇലക്ട്രൽ ബോണ്ട് വാർത്തകൾ കൊടുക്കാതെ തന്നെ തുടരാനുള്ള അവസരവും കെജ്രിവാൾ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നുവെന്നും കാണണം. ഈ വിഷ്വൽസിന്റെ കളി BJPക്ക് നന്നായി നേരത്തെ മുതൽ തന്നെ അറിയാം. ഓർത്തു നോക്കൂ, അവരുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ബംഗാരു ലക്ഷ്മണനാണ് കൈക്കൂലി വാങ്ങുന്നത് ക്യാമറയാൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഏക ദേശീയ അധ്യക്ഷൻ. നിങ്ങൾ ആരെങ്കിലും ആ വിഷ്വൽസ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് വൈറലായി ഓടുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണില്ല. നിങ്ങൾ ആരും അത് കാണില്ല. അത്തരത്തിൽ തങ്ങൾക്കെതിരായ അഴിമതി സത്യദൃശ്യങ്ങൾ മുക്കാൻ അസാധാരണ പാഠവുമുള്ളവരാണ് അതിന് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ആകെ അഴിമതിക്കാർ, ഞങ്ങളോ പരിശുദ്ധ അഴിമതി വിരുദ്ധ പോരാളികൾ എന്ന പ്രചാരണമാണ് BJP ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ പ്രചാരണത്തിന്റെ ആംപ്ലിഫയേഴ്സായി ED പോലുള്ള അന്വേഷണ സംവിധാനങ്ങളും സകലമാന മാധ്യമങ്ങളും വിനീത വിധേയരായി നിന്നുകൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത്.